രാജ്യത്ത് ജനാധിപത്യപരമായ വിയോജിപ്പുകൾക്കുള്ള ഇടം ചുരുങ്ങുന്നതിലെ ആശങ്ക കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് സുപ്രീം കോടതി ജസ്റ്റിസ് ഉജ്വൽ ഭുയാനാണ്. പ്രതിഷേധിക്കാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള മൗലികാവകാശങ്ങൾ നിർവഹിക്കുന്ന വിദ്യാർത്ഥികൾ, ആക്ടിവിസ്റ്റുകൾ, സാധാരണ പൗരന്മാർ എന്നിവർ കുറ്റവാളികളാക്കപ്പെടുന്നുവെന്ന് തുറന്നു പറയാനും ജസ്റ്റിസ് ഭുയാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ സുപ്രീം കോടതി ഉൾപ്പെടെ ജനാധിപത്യത്തിന്റെ എല്ലാ സ്തംഭങ്ങളിലും കടന്നുകയറിയിട്ടുള്ള ജീർണതയ്ക്ക് നേരെയുള്ള വിരൽ ചൂണ്ടലാണ്. സ്വന്തം സ്വത്വത്തെ തന്നെ വിമർശന ബുദ്ധിയ നിരീക്ഷിക്കുന്ന ജസ്റ്റിസ് മോഡി ഭരണത്തിൽ നീതിന്യായ വ്യവസ്ഥ എത്തി നിൽക്കുന്ന ദുരവസ്ഥയിൽ പരിതപിക്കുന്നുണ്ട്. സമാധാനപരമായ സംവാദവും വിയോജിപ്പും ജനാധിപത്യത്തിന്റെ സത്തയാണ്. എന്നാൽ അറസ്റ്റുകൾ, ദീർഘകാല തടവ്, അതികർശന ജാമ്യ വ്യവസ്ഥകൾ എന്നിവ എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നവർ നേരിടേണ്ടി വരുന്നു. ഇന്ത്യൻ ആർമി ഓഫീസറെ തീവ്രവാദിയുടെ മകൾ എന്ന് വിളിച്ച മന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പോലും ഒരാൾക്ക് നേരെ FIR രജിസ്റ്റർ ചെയ്തു. ജാമ്യം ലഭിച്ചതുകൊണ്ട് മാത്രം തൽക്കാലം ആ വ്യക്തി രക്ഷപ്പെട്ടു. പക്ഷേ ജാമ്യം അനുവദിച്ച കോടതി അയാളുടെ പാസ്പോർട്ട് കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടു. അതും പോരാഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടരുത് എന്നും പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്ന ജാമ്യ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയ കോടതികളുടെ നിലപാടിനെ ജസ്റ്റിസ് ഭുയാൻ ഇങ്ങനെ വിമർശിക്കുമ്പോൾ പൊതുജനങ്ങളുടെ ആശങ്കകളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. ഗംഗാ നദിയിൽ ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് നിയമപ്രകാരം കുറ്റമല്ല. അങ്ങനെയൊരു വിലക്ക് ഒരു നിയമത്തിലും ഇല്ലാതിരുന്നിട്ടും ആ പ്രവൃത്തിയുടെ പേരിൽ ആളുകളെ മാസങ്ങളോളം ജയിലിൽ അടയ്ക്കുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് ഭുയാന്റെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സമീപ ദിവസങ്ങളിലെ ചില കോടതി ഇടപെടലുകളെ വിലയിരുത്താവുന്നതാണ്. ദേശീയ പരീക്ഷാ ഏജൻസിയിലെ ക്രമക്കേടുകളുടെ പേരിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിച്ച ചലോ സൻസദ് മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അഴിച്ചുവിട്ട ക്രൂരമായ അതിക്രമത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച അഭിഭാഷകനോട് ഞങ്ങളുടെ സമയം കളയരുത്, നിങ്ങളുടെയും എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. നീറ്റ് പരീക്ഷാ ക്രമക്കേടും NTA പരിഷ്കരണവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണെന്ന് ബോധിപ്പിക്കാൻ ശ്രമിച്ച ഹർജിക്കാരനെ അവഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ജസ്റ്റിസ് V മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാൻ താല്പര്യമില്ല, കാണാൻ സമയവുമില്ല എന്നാണ് ബെഞ്ച് വ്യക്തമാക്കിയത്. ഇവിടെ ഉയരുന്ന ചോദ്യം, നീതി തേടി തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്ന സാധാരണ പൗരന് ഭരണകൂട അവഗണനയിൽ നിന്ന് സാന്ത്വനം ലഭിക്കാൻ നീതിപീഠത്തെയല്ലാതെ മറ്റാരെയാണ് സമീപിക്കാനാവുക എന്നാണ്. നീതിപീഠത്തിൽ ആരെ കേൾക്കാനാണ് സമയവും സൗകര്യവും ഉണ്ടാവുക എന്നാണ്. അതിനുള്ള ഉത്തരം തൊട്ടടുത്ത ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും അനുബന്ധ പാർലമെന്റ് മാർച്ചും അവർക്ക് വിദേശ ധനസഹായം ലഭിച്ചുവെന്ന ആരോപണവും ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി അടിയന്തരമായി കേൾക്കാൻ ഹൈക്കോടതി തയ്യാറായി. ഭരണീയരെ കേൾക്കാൻ സമയമില്ലാത്ത കോടതികൾക്ക് ഭരണവർഗത്തെ കേൾക്കാൻ സമയമുണ്ടാകുന്നു. ഈ സാഹചര്യങ്ങളിൽ ജസ്റ്റിസ് ഭുയാന്റെ വിമർശനങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ്. നീതിന്യായ വ്യവസ്ഥ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വിധികളെ വിമർശിക്കുന്നത് ജഡ്ജിമാരെ വിമർശിക്കലല്ലെന്നും ഓർമ്മിപ്പിച്ചു. ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയും പ്രസക്തിയും നിലനിൽക്കുന്നത് പൊതുജനങ്ങളുടെ വിശ്വാസത്തിലാണ്, അല്ലാതെ ജഡ്ജിമാർ സ്വന്തം സ്ഥാപനത്തെ പ്രശംസിക്കുന്നതിലല്ല. ജഡ്ജിമാർ പദവിയിൽ നിന്ന് വിരമിച്ച ഉടൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനെയും ഭുയാൻ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഒരു പീഠത്തിന്റെ രണ്ടു കാലുകൾ ഒരേ സ്ഥാനത്താണെങ്കിൽ അത് മറിഞ്ഞു വീഴും. ഇതാണ് അടിസ്ഥാന തത്വം. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള വിടവ് നികത്താനാണ് രാജ്യസഭയിലേക്ക് പോകുന്നതെന്ന് മുൻ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അടിസ്ഥാനപരമായി തെറ്റാണെന്നും ഭുയാൻ പറഞ്ഞു. നരേന്ദ്രമോദി ഭരണകാലത്ത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും ഭരണകൂടവുമായുള്ള ബന്ധവും മുൻപും പലതവണ ചർച്ചാ വിഷയമായിട്ടുണ്ട്. നിർണായക കേസുകളിലെ ഇടപെടലുകൾ, സർക്കാരിന്റെ നയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കോടതികളുടെ വിവാദ തീരുമാനങ്ങൾ വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഭരണഘടനാ വിഷയങ്ങളും പൗരാവകാശ കേസുകളും വേഗത്തിൽ പരിഗണിക്കുന്നതിൽ കോടതികൾ വിമുഖത കാട്ടുന്നുവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. നയപരമായ തീരുമാനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ വിധികളിലൂടെ കോടതികൾ ഭരണകൂടത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്നും വിലയിരുത്തലുണ്ട്. അത് അടിവരയിടുന്നതാണ് നീറ്റ് സമരത്തിൽ ഇടപെടാൻ കാണിച്ച വിമുഖതയും സമരക്കാർക്കെതിരെ ഇടപെടാൻ കാണിച്ച വ്യഗ്രതയും.